എം.എൽ.എ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PC വിഷ്ണുനാഥ് ARIM MP കുറെ നേരമായി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം പല കാര്യങ്ങൾ, ഇപ്പോൾ പാരന്റിംഗ് കാര്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ള കാര്യത്തിൽ സ്ക്രീൻ ടൈം കുട്ടികൾ കൂടുതൽ അപഹരിക്കുന്നു, അത് രക്ഷിതാക്കളും അതെടുക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ തന്നെയാണ് അവർക്ക് അതിനുള്ള ഒരു പ്രചോദനമാകുന്നത് എന്ന ഒരു സെൽഫ് ക്രിറ്റിസം ഒക്കെ അദ്ദേഹം നടത്തുകയുണ്ടായി. പുതിയ കാലത്ത് കൊടും ക്രൂരതകളും അക്രമവാസനകളും പുതിയ തലമുറയിലും പഴയ തലമുറയിലെ പുതിയ ചിന്തകളിലും വർദ്ധിക്കുമ്പോൾ അതിന് കാരണമായി എന്തെല്ലാം ഘടകങ്ങൾ പുതിയ കാലത്തിന് അനുഗുണമായി ഉണ്ടാകുമെന്നാണ് അങ്ങ് കരുതുന്നത്? അതിന് പ്രതിവിധി എന്താണ്? ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നാണിത് കിടക്കുന്നത്. ആ കാര്യങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും അതിൻ്റെ പരിഹാരങ്ങളെയെല്ലാം ഒരുപോലെ അഡ്രസ്സ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുള്ളൂ. പരിഹരിച്ചേ മതിയാവൂ. കേരളം ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തേണ്ട ഒരു വലിയ സാമൂഹ്യ വിപത്താണ് ലഹരിയുമായി അനുബന്ധമായി ഉണ്ടാകുന്ന ക്രൈമുകളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ 2 വർഷം മുമ്പ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്ന ഒരു സാമാജികനാണ്. 2 വർഷം മുമ്പ്. ഇത്രമേൽ മാധ്യമ ശ്രദ്ധയോ ചർച്ചയോ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കി ആ വിഷയം അവതരിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് 100 കണക്കിന് സ്കൂൾ അധ്യാപകരുമായി, പ്രഥമാധ്യാപകരുമായി, കോളേജ് പ്രിൻസിപ്പൽമാരുമായി നേരിട്ട് സംസാരിച്ച് കിട്ടിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിയമസഭയിൽ പങ്കുവച്ച ഒരാളാണ് ഞാൻ. എന്നോട് അന്ന് ശൈലജ ടീച്ചറൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഇത് കേട്ടിരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി. അവതരിപ്പിച്ചതിന് ശേഷം നിയമസഭാ സ്പീക്കർ ആ വിഷയം കൊണ്ടുവന്നതിനെ അഭിനന്ദിച്ചു. അന്ന് ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി അന്ന് നിയമസഭാ സ്പീക്കറായിരുന്നു. മുഖ്യമന്ത്രി ആ വിഷയം വളരെ പോസിറ്റീവായി എടുത്ത് ഒക്ടോബർ 2 മുതൽ നവംബർ 14 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മ പരിപാടി നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചു. ആ 2 വർഷം മുമ്പ് തന്നെ കേരളത്തിൻ്റെ കലാലയങ്ങളിലല്ല, കലാലയങ്ങളിലുണ്ട്, നേരത്തെ ഉണ്ട്, വിദ്യാലയങ്ങളിൽ, സ്കൂളുകളിൽ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ മുന്നറിയിപ്പും അപകടവും കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ഒരു സാമാജികനെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുന്നതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞൊരാളാണ് ഞാൻ. ഇപ്പോൾ അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ ഉണ്ടാവുകയാണ്. ഉമ്മയുടെ ക്യാൻസർ രോഗിയായ ഉമ്മയുടെ തലയറുത്തെടുത്ത പുറത്തേക്ക് വരുന്ന മകൻ കൂടി നിൽക്കുന്ന ജനങ്ങളോട് പറയുന്നത്, എന്നെ ജനിപ്പിച്ചതിൻ്റെ ശിക്ഷയായിട്ടാണ് ഞാൻ സ്വന്തം മാതാവിൻ്റെ തലയറുത്തെടുത്തത് എന്നാണ് പറയുന്നത്. എൻ്റെ സ്വന്തം മണ്ഡലമായ കുണ്ടറയിൽ അമ്മയെ കൊന്നു, അപ്പൂപ്പനെ കൊന്നിട്ട് അമ്മയുടെ മൃതശരീരത്തിൻ്റെ അടുത്തിരുന്ന് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ച് 2.5 മണിക്കൂർ പാട്ട് കേട്ട ഒരു കുട്ടിയുണ്ട്. എൻ്റെ ഈ മണ്ഡലത്തിലാണ് ഞാനിരുന്ന് ചർച്ച ചെയ്യുന്ന, ഇപ്പോൾ ഇരിക്കുന്ന ഈ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ. ആ കൊലപാതകം പറഞ്ഞ് ആദ്യം അവിടെ ഓടിച്ചെന്ന ഒരാളാണ് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ. എന്ത് പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഈ തൊട്ടടുത്തുള്ള മണ്ഡലമാണ് നമ്മുടെ പഴയ കുണ്ടറയുടെ ഭാഗമായിട്ടുള്ള മൺട്രോത്തുരുത്തിൽ റെയിൽവേ പാളത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു ചെറുപ്പക്കാരനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ രക്ഷപ്പെടുത്തിയ ആളെ വെട്ടിക്കൊന്നു. നമ്മൾ ഇങ്ങനത്തെ ഈ ലഹരിക്ക് അടിമയായി കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്നു. ഉറ്റവരെ, സഹോദരനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അച്ഛൻ്റെ തലയറുത്തെടുക്കുന്നു, ഈ സ്കൂൾ ബസ്സിൽ വെച്ച് കത്തിക്കുത്തുണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് തന്നെ കത്തിയായിട്ടാണ്. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിൽ വെച്ചാണല്ലോ 9ാം ക്ലാസ്സുകാരൻ 11ാം ക്ലാസ്സുകാരനെ കുത്തിയത്. തൃശ്ശൂരിൽ +2 പഠിക്കുന്ന 4 പിള്ളേരാണ് 31 വയസ്സുള്ള ഒരാളെ കുത്തിക്കൊന്നത്. അപ്പോൾ ഈ ക്രൈമുകളെല്ലാം വരുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകും. നേരത്തെ ഇവിടെ ശ്രീ റഹീം സൂചിപ്പിച്ചതടക്കമുള്ള പേരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കുട്ടികളിലുണ്ടാകുന്ന വളരെ ചെറിയ തലത്തിൽ മുതൽ അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമല്ല, പക്ഷെ അവർ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം പേരൻറ്റിനുണ്ട്, സ്കൂളിലെ അധ്യാപകർക്കുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഇപ്പോൾ പറയാതെ നിർവാഹമില്ല. രക്ഷകർത്താക്കൾക്ക് കുട്ടികളെയാണ് പേടി, കുട്ടികൾക്ക് രക്ഷകർത്താക്കളെ അല്ല.
കുട്ടികളോട് സംസാരിക്കാൻ ഭയപ്പെടുന്ന രക്ഷകർത്താക്കളാണ്. ഞാൻ നിയമസഭയിൽ ഈ രണ്ടാമത്തെ അടിയന്തര പ്രമേയം, ഈ വിഷയത്തിൽ തന്നെ രണ്ടാമത്തെ അടിയന്തര പ്രമേയം 2 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു അമ്മയുടെ വാക്കുകളാണ്, ഒരു മാധ്യമത്തിന് അവർ കൊടുത്ത അഭിമുഖമാണ്. അവർ പറഞ്ഞത് എന്താ, രാത്രിയിൽ മകൻ വരുമ്പോൾ അവന് കതക് തുറന്നു കൊടുക്കാൻ പേടിയാണ്, കാരണം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ അമ്മയായിട്ടല്ല കാണുന്നതെന്നാണ്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ പേടിച്ച് കഴിയുന്ന അമ്മമാരുള്ള വീടുകൾ കേരളത്തിലുണ്ട്. നെഞ്ചു നീറി കഴിയുന്ന കുടുംബങ്ങൾ. അധ്യാപകർക്ക് പേടിയാണ് കുട്ടികളോട് പറയാൻ, അവരെ പിന്നെ ശാസിക്കാൻ, അവരെ നിയന്ത്രിക്കാൻ അധ്യാപകർക്കും പേടിയാണ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നമ്മൾ ഒരുപാട് ആളുകളോട് സംസാരിച്ചപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അത് ലഹരി ഉപയോഗം ഉൾപ്പെടെ, സിനിമയിലെ അതിക്രമം ഉൾപ്പെടെ, സോഷ്യൽ മീഡിയയുടെ അമിത സ്വാധീനം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എവിടെ നിന്ന്, ഈ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ ആദ്യ പടി എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെ ആ ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ ഈ പേടിച്ച് കഴിയുന്ന രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എവിടെ നിന്ന്, തങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്നാണ് ഈ തിരുത്തലുകൾ തുടങ്ങേണ്ടത്? ഞാൻ വരികയാണ്. കറക്റ്റ് ചോദ്യമാണ് ആ സമയത്ത് വരും. ഒന്ന്, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ്. എൻഫോഴ്സ്മെന്റ് കൂടുതൽ ശക്തിപ്പെട്ടേ മതിയാകൂ. കാരണം എന്താണ്, പോലീസിനും എക്സൈസിനും കിട്ടുന്നത് വളരെ കുറച്ചാണെങ്കിലും ഈ കുട്ടികൾക്ക് കിട്ടുന്നതിനൊരു തടസ്സവും ഇല്ല. വിദ്യാലയങ്ങളുടെ സമീപത്ത്, കലാലയങ്ങളുടെ സമീപത്ത്, പാർക്കിൽ, തിയേറ്ററിൽ, ആള് കൂടുന്ന എല്ലാ സ്ഥലത്തും ഈ രാസലഹരി ഇന്ന് സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കുണ്ടറയിലെ കൊലപാതകം നടത്തിയ കുട്ടി 3 തരം സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. അവൻ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ പോലും ഈ 3 തരത്തിലുള്ള രാസലഹരി അവന് സുലഭമായി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് ഈ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അതിൻ്റെ ആ നെറ്റ്വർക്കിൻ്റെ അങ്ങേ അറ്റത്ത് വരെ പോയി അതിനെ ഇല്ലാതാക്കണം. അപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് പരിമിതിയുണ്ട്, കാരണം വിദേശത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിർത്തിയിലെ ചെക്കിങ് പിന്നെ കൂടുതൽ സജീവമാക്കേണ്ടതായിട്ടുണ്ട്. അതിർത്തി കടന്നു വരുന്നുണ്ട്, ബോട്ട് മാർഗം വരുന്നുണ്ട്. ഈ ലഹരി വ്യാപിക്കുമ്പോൾ ആ ലഹരിയുടെ ഉപയോഗത്തെ തടയണമെങ്കിൽ ലഹരി എത്തുന്നതിന് നമുക്ക് തടയാൻ കഴിയണം. അപ്പോൾ അതിന് കൂടുതൽ എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങളെ, ഇതിന്റെ സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് നമ്പർ 1. നമ്പർ 2 കൂടെ നേരത്തെ എല്ലാവരും പറഞ്ഞു. അതിനകത്ത് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, ഇപ്പോൾ ചില സിനിമകളുടെ പേര് പറഞ്ഞു, മാർക്കോ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് ഒന്നാമത്, ഞാൻ അല്ലാത്ത സിനിമയിൽ തന്നെ വയലൻസ് വരുമ്പോൾ കണ്ണടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു സാധാരണ സിനിമയിൽ ഒരു വയലൻസ് സീൻ വന്നാൽ തന്നെ അത് ആ ഭാഗം കണ്ണടച്ചിരുന്നിട്ട് അത് കഴിഞ്ഞ ശേഷം കാണുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ വയലൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു സിനിമ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകാറില്ല, പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ നിങ്ങൾ നേരത്തെ ചോദിക്കുന്നത് കേട്ടു, ഞാനും അത് ചോദിക്കുകയാണ്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായൊരു വ്യവസായമാണ്. അതിൽ പണം മുടക്കുന്ന ആൾ ആ മുടക്കുന്ന കാശ് ലാഭം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഒരു നിർമ്മാതാവ് കാശ് മുടക്കുന്നത്. അപ്പോൾ വയലൻസ് ഉള്ള സിനിമ എടുത്താൽ അത് കാണാൻ ആൾ കയറും എന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ എടുക്കുന്നത്. അപ്പോൾ സമൂഹത്തിന് വയലൻസിൽ താല്പര്യമുണ്ടായിരിക്കുന്നു. അനിമൽ എന്ന് പറഞ്ഞ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി. അപ്പോൾ അനിമലിനേക്കാൾ കൂടുതൽ വയലൻസ് ആണ് ഇതിനുണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പുറത്തിറങ്ങുന്നത്, ഈ സിനിമ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു സിനിമ മാത്രമല്ല, ഇറങ്ങിയ ഒരുപാട് സിനിമകളിൽ ഈ വയലൻസ് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അങ്ങനെ ഒരു സിനിമ ഇറക്കിയാൽ ആ സിനിമ കാണാൻ തിയേറ്ററിൽ ആള് കയറും എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ, നന്മയുടെ, സഹജീവി സ്നേഹത്തിൻ്റെയൊക്കെ കഥ പറയുന്ന ഒരു സെക്കൻഡ് ഒരുപാട് സിനിമകൾ വന്നു, ആ സിനിമകൾക്ക് ആള് കയറിയില്ല. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ തവണ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത് ആട്ടത്തിനാണ്. ആട്ടം തിയേറ്ററിൽ റിലീസ് ചെയ്തായിരുന്നല്ലോ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു. ഏറ്റവും വലിയ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ആട്ടത്തിന് തിയേറ്ററിൽ എത്ര പേര് പോയി കണ്ടു? കഴിഞ്ഞ ദേശീയ അവാർഡിൽ മലയാളത്തിലെ ഏറ്റവും നല്ല ചിത്രം സൗദി വെള്ളക്കയായിരുന്നു, തരുൺ മൂർത്തിയുടെ. സൗദി വെള്ളക്ക തിയേറ്ററിൽ പോയി എത്ര ആൾ കണ്ടു? മാർക്കോ കണ്ട അത്ര ആൾ കണ്ടോ? കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ജയിലർ കണ്ട അത്ര ആളുകൾ കണ്ടോ? കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ സമൂഹം വയലൻസിനെ ഇഷ്ടപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇനി സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം. കൊലപാതക കേസിലെ പ്രതിയായി വരുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് എത്ര ഫോളോവേഴ്സാ?
അറിയപ്പെടുന്ന കൊലപാതകികൾക്ക് ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് എത്രയാ? വല്ലപ്പോഴും മാത്രം പരോളിൽ ഇറങ്ങുന്നത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, പേര് വേണമെങ്കിൽ പറയാം, ആകാശ് തില്ലങ്കേരിയുടെ പിന്നെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് എത്രയാ? നോക്കൂ. അപ്പോൾ കൊലപാതക കേസിൽ ജയിലിൽ കിടന്നിട്ട് പരോളിൽ ഇറങ്ങുന്ന ആളെ ഇൻസ്റ്റാഗ്രാമിൽ ആഘോഷിക്കുന്ന യുവത്വമുണ്ട് കേരളത്തിൽ. അപ്പോൾ സിനിമയിലെ നായകനെ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലെ കൊലപാതകികളെയും ആഘോഷിക്കുന്ന സമൂഹം തെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മാർക്കോ മാത്രമാണോ? ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, കഞ്ചാവിനെ മഹത്വവൽക്കരിച്ചാണ്. ഇന്നലെ അതിന്റെ സംവിധായകനും വന്ന് അഭിപ്രായം പറയുന്നത് കേട്ട് എനിക്ക് ചിരി വന്ന് കേട്ടിട്ട്. ലഹരിയെ മഹത്വവൽക്കരിച്ച സിനിമ എടുത്ത ആള് മറ്റൊരു കുഴപ്പത്തെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു സിനിമ കണ്ടു, റൈഫിൾ ക്ലബ്ബ്. അതിലെ ഒരു കഥാപാത്രം മകനോട് ചോദിക്കുകയാണ്, സ്വന്തം മകനോട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനുരാഗ് കശ്യപിന്റെ കഥാപാത്രമാണ്. അനുരാഗ് കശ്യപിന്റെ കഥാപാത്രം ചോദിക്കുന്നു, മകനെ നിനക്ക് ആദ്യമായി പെണ്ണിനെ കൊണ്ട് തന്നതാരാണ്? അത് അച്ഛനാണ്. നിനക്ക് ആദ്യമായി ലഹരി തന്നതാരാണ്? അത് അച്ഛനാണ്. നിനക്ക് ആദ്യമായിട്ട് നിനക്ക് അനുഭവിക്കാൻ പെണ്ണിനെ കൊണ്ട് തന്നത് ആരാണ് മോനെ? അത് അച്ഛനാണെന്ന് പറയുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അനുരാഗ് കശ്യപും മറ്റേ നമ്മുടെ സൂപ്പർ ഹിറ്റ് പാട്ടുകാരനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെന്താ, ഇംഗ്ലീഷ് പാട്ട് പാടുന്ന മലപ്പുറത്തുകാരൻ, ഹനുമാൻ കിൻഡ്. അതെ അതെ. അപ്പോൾ ഇത് ഒരുപാട് തിയേറ്ററിൽ ആഘോഷിച്ച, പിന്നീട് ഹനുമാൻ കിൻഡ് ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്ത സീനാണ്, ഒരുപാട് ആളുകൾ കണ്ട സീനാണ്. നോക്കൂ, മലയാളത്തിലെ ഒരു 10 വർഷം മുമ്പ് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു കഥാപാത്രം മോനോട് നിനക്ക് ആദ്യമായി കഞ്ചാവ് തന്നത് ആരാണ്? അച്ഛനാണ്. നിനക്ക് ആദ്യമായി പെണ്ണിനെ കൂട്ടി തന്നത് ആരാണ്? അച്ഛനാണ് എന്ന് പറയുന്ന സീൻ ഉണ്ടാകുമോ? സീൻ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സംവിധായകരും എന്ന് പറയുന്നത് ഇത് വലിയ ആപത്താണ്, അപകടമാണ്, നമുക്ക് ഒരുമിച്ച് നേരിടണമെന്നൊക്കെയാണ്. ഇതൊക്കെയാണ് പ്രഹസനമായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ റൈഫിൾ ക്ലബ്ബ് ഒരു മോസ്റ്റ് അണ്ടർറേറ്റഡ് സിനിമയാണ്, വേണ്ട രീതിയിലുള്ള സ്വീകാര്യത കിട്ടിയില്ല എന്നൊക്കെ ഒരു പ്രമുഖനായ കക്ഷി ഫേസ്ബുക്കിൽ എഴുതിയതും ഞാൻ ഇന്നലെ വായിച്ചു.